നമുക്ക് നേന്ത്രപ്പഴം ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചാലോ? നമ്മൾ നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി സ്പെഷ്യൽ ടേസ്റ്റോടുകൂടി കുടിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും. അപ്പോൾ ഇതാ ഞാൻ ഒരു നേന്ത്രപ്പഴം, 2 ചെറുപഴം, എനിക്കൊരു പഴുത്ത സപ്പോട്ട കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഴുത്ത സപ്പോട്ട കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബൂസ്റ്റ് പൊടിയാണ്. ബൂസ്റ്റ് പൊടി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൂസ്റ്റ് പൊടി ഇത്തിരി വേണം. പിന്നെ വേണ്ടത് പാലാണ്. പശുവും പാല്, അതായത് കൊട്ടപ്പാലായാലും നാടൻ പാലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ പഴവും അതുപോലെ തന്നെ സപ്പോട്ടയുടെ ഒക്കെ തൊലി കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജാറിലേക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കണം കേട്ടോ. അതുപോലെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത്തിരി പഞ്ചസാരയാണ്. കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാലും, അതുപോലെ ആവശ്യത്തിന് പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച ബൂസ്റ്റ് പൊടി ഒരു മണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തിരി അവല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡിയായി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നില്ലേ? അപ്പോൾ ഇത്തിരി ബൂസ്റ്റ് പൊടി കൂടി ഇട്ടിട്ട് ഞാനിതിനെ ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നേന്ത്രപ്പഴം ഷെയ്ക്ക്.